പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഖദീജ ബീവിയിലൂടെ 6 മക്കളുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ മകളാണ് സൈനബ റളിയല്ലാഹു അൻഹ. ഈ കാണുന്ന മദീനയിലെ ജന്നത്തുൽ ബഖീയിലാണ് മഹദിയുടെ ഖബർ ഷരീഫ് സ്ഥിതി ചെയ്യുന്നത്. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ തടവിലാക്കിയ ശത്രുപക്ഷത്തിന്റെ കൂട്ടത്തിൽ അവിടുത്തെ ഭർത്താവായ അബുൽ ആസ് കൂടി ഉണ്ടായിരുന്നു. മദീനയിൽ തടവറയിലായ ഭർത്താവ് ഇനിയെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മഹദിയായ സൈനബ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ പിതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിവാഹം ചെയ്ത് വിടുന്ന സമയത്ത് അവിടുത്തെ ഉമ്മ ഖദീജ ബീവി നൽകിയ വിവാഹ സമ്മാനമായ സ്വർണ്ണമാല മോചന ദ്രവ്യമായി കൊടുത്തയക്കുകയാണ്. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിയായി ദുഃഖിച്ചു. അങ്ങനെ മാലയുടെ ആവശ്യം വരാതെ തന്നെ സ്വഹാബത്ത് അദ്ദേഹത്തെ മോചിപ്പിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് തിരിക്കുന്ന അബുൽ ആസിനോട് പറഞ്ഞത് സൈനബയെ സുരക്ഷിതമായി മദീനയിലേക്ക് എത്തിക്കണമെന്നായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്ക് പാലിച്ചുകൊണ്ട് സൈനബ ബീവിയെ ഭർത്താവ് അബുൽ ആസ് മദീനയിലേക്ക് അയക്കുകയാണ്. ഒരാളെ കൂടെ പറഞ്ഞയച്ചു. പക്ഷേ ആ സമയത്ത് മഹദി അവർകൾ ഗർഭിണിയാണ്. മഹദി ശത്രുക്കളെ പേടിച്ചുകൊണ്ട് വളരെ രഹസ്യമായിട്ടാണ് പുറപ്പെട്ടതെങ്കിലും ശത്രുക്കൾ അറിയുകയും മഹദിയെ തടയുകയും അങ്ങനെ മഹദി ആ മരുഭൂമിയിൽ വെച്ച് പ്രസവിക്കുകയും ചെയ്തു. ജീവനില്ലാത്ത ഒരു കുട്ടിക്ക് പ്രസവം നൽകി. ആ പ്രസവിക്കുന്ന സമയത്തൊക്കെ സ്വന്തം മാതാവും പിതാവും ഒക്കെ ഇല്ലാതെ ആ മഹദി എത്രയോ വിഷമിച്ചിട്ടുണ്ട്. ഏതായാലും പിന്നീട് മറ്റൊരു സമയത്ത് മഹദി അവർകൾ ഹിജ്റയ്ക്ക് വേണ്ടി തയ്യാറാവുകയും രഹസ്യമായി തന്നെ ആരും അറിയാതെ പുറപ്പെട്ടു മദീനയിലേക്ക് സുരക്ഷിതമായി എത്തുകയും ചെയ്തു. പിന്നീട് അതിന് ശേഷം ഹിജ്റ 7-ാം വർഷം മുഹറം മാസത്തിൽ മഹദിയുടെ ആ ആഗ്രഹം പൂവണിയുകയാണ്. അതായത് ഭർത്താവ് അബുൽ ആസ് ഇസ്ലാം സ്വീകരിക്കുകയാണ്. പക്ഷേ ഈ മനോഹരമായ കാലം കൂടുതൽ നീണ്ടു നിന്നില്ല. 1 വർഷം കഴിഞ്ഞപ്പോഴേക്ക്, അതായത് ഹിജ്റ 8-ാം വർഷത്തിൽ തന്നെ മഹദി വഫാത്താവുകയാണ്. മഹദിയുടെ കഫമുടവയിൽ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുത്ത വസ്ത്രമാവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് അഴിച്ചു കൊടുക്കുകയാണ്. ഈ ദാമ്പത്യത്തിൽ നിന്ന് മഹദിക്ക് പിറന്ന മകളാണ് ഉമാമത്ത് ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പേരമകളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തിട്ടുണ്ട്.